ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി സീരിയസ് ആയിട്ട് മാറുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചില സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മളൊരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ തിരിച്ചൊരു പണി കൊടുക്കും, അത് 100% ഉറപ്പാണ്. അപ്പൊ ഇന്ത്യ ഒരു പണി കൊടുക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട്. അതും നമ്മൾ മുന്നിൽ കാണണം, തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുവാനും സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മെയ് 7-ാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം. എന്ന് വെച്ചാൽ ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പോവാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവലിലായിരിക്കാം, ചിലപ്പോൾ അതിന് മുകളിൽ കാര്യങ്ങൾ പോയേക്കാം. ഇന്ത്യ ഗവൺമെന്റ് എന്ത് തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ സൈനിക വൃത്തങ്ങൾ എന്താണ് ആലോചിക്കുന്നത് എന്നും ആർക്കും അറിയില്ല, ഒരു മാധ്യമത്തിനും അറിയില്ല, ഒരു ഈച്ചയ്ക്ക് പോലും അറിയില്ല. അത്രയും കാൽക്കുലേഷൻസോട് കൂടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ മെയ് 7-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനിയുണ്ട് ദിവസം, ഇന്ന് 5-ാം തീയതി ആയിട്ടേ ഉള്ളൂ. മെയ് 7-ാം തീയതി മോക്ക് ഡ്രില്ലുകൾ നടത്താനായിട്ട് പറയുമ്പോൾ അതായത് പെട്ടെന്നുണ്ടാവുന്ന ആക്രമണങ്ങളെയൊക്കെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചായിരിക്കാം. സോ നമുക്കറിയാലോ, അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പാകിസ്ഥാനുമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നുണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കണം ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുക. അപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെയ് 7-ാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്തുക എന്നതാണ് നിർദ്ദേശം. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആഭ്യന്തര മന്ത്രാലയം ഇത്തരം സൈറണുകൾ സ്ഥാപിക്കും. നമ്മളിത് ഇസ്രായേലിലൊക്കെ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഹമാസിന്റെ അടുത്തുനിന്ന് വരികയാണെങ്കിൽ സൈറണുകൾ മുഴങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകും. ഇത് റഷ്യയിലും യുക്രൈനിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ മുന്നറിയിപ്പ് സൈറണുകൾ വയ്ക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആക്രമണം ഉണ്ടാവുന്ന പക്ഷം സ്വയരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകുവാനും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായിട്ട് സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായ സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന തലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകുക എന്നതും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ തിരിച്ചടി നൽകുന്നതിന് വൈകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു തിരിച്ചടി ആയിരിക്കാം ചിലപ്പോൾ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു തിരിച്ചടി കൊടുക്കുകയാണെങ്കിൽ നമ്മളുമായിട്ടൊരു വലിയ യുദ്ധം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു അജണ്ടയാകാം. നമുക്കറിയാലോ, നമ്മൾ മുൻപൊക്കെ ചർച്ച ചെയ്ത പോലെ ചൈന പാകിസ്ഥാൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പദ്ധതിയാവാം. പക്ഷെ നമ്മൾ ഈ ഒരു ആക്രമണത്തിന് പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരം ആക്രമണം നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ട് അവർ കാണും. നമുക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല എന്ന് അവർ ധരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ആവശ്യമല്ല, ഇനിയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തിന് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഇനി യുദ്ധമുണ്ടാവും, ആണവാക്രമണം ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചടിക്കും, യുദ്ധമുണ്ടായാൽ എക്കണോമി തകരും, ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ സഹിച്ചുകൊണ്ടിരുന്നാൽ ശത്രുക്കളെ നമ്മളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ശത്രുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇനി നമ്മുടെ നേരെ അവൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ 1000 വട്ടം ആലോചിക്കാൻ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി അവന് കൊടുത്തേ മതിയാകൂ. നമ്മൾ ഇന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മുടെ തലമുറ ഇതിനേക്കാൾ ഇവരെ സഹിക്കേണ്ടി വരും. പണ്ട് ഇന്ദിരാഗാന്ധിയും നെഹ്റുവും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയും ഒന്നും പലപ്പോഴും ചെയ്യാതിരുന്നതിന്റെ ഫലമാണ് ഇന്നത്തെ നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഇവരെയൊക്കെ ആ കാലത്ത് തന്നെ വരച്ച വരയിൽ നിർത്തിയിരുന്നെങ്കിൽ, എന്നേക്കുമായിട്ട് ഒതുക്കിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. നാളെ നമ്മുടെ അടുത്ത തലമുറകൾ ഇന്ന് ജീവിക്കുന്ന നമ്മളെയും ഇന്നത്തെ ഗവൺമെന്റുകളെയും കുറ്റം പറയാതിരിക്കാനെങ്കിലും നമ്മൾ ശക്തമായ ഒരു തിരിച്ചടി അവർക്ക് കൊടുക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നമ്മുടെ ഗവൺമെന്റും സൈന്യവും എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. എന്തായാലും ഇപ്പോൾ പോലും ഒരു അടിയന്തര യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തയ്യാറെടുപ്പുകൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാവുകയാണ്. ഇപ്പൊ സംസ്ഥാനങ്ങൾക്ക് വരെ നിർദ്ദേശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ബാലാക്കോട്ട് കണ്ടതുപോലത്തെ ഒരു തിരിച്ചടി അല്ല ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്, അതുക്കും മേലെയാണ്. സോ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.